സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനവും ദിയാകൃഷ്ണ പ്രസവിച്ചതാണ് ഇപ്പം എല്ലാവരുടെ ചർച്ചാ വിഷയവും. അന്നപ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ കണ്ടാൽ പൊന്നാര മക്കളെ ചിരിച്ചും ചിന്തിപ്പിച്ചും തോന്നിപ്പോകുന്ന ഒരുപാട് കമൻറ്റുകൾ അതിലുണ്ട് കേട്ടോ. അതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ, ഇത് ലോകത്തിലെ ആദ്യത്തെ പ്രസവമാണോ? ഇവിടെ സ്ത്രീകൾ ആരും പ്രസവിച്ചിട്ടില്ലേ? ഇവക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഇതൊക്കെയാ ചോദിക്കുന്നത്. ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ ഏതാണെന്നറിയോ? അമ്മ ഏതാ, പെങ്ങളേതാ, ഭാര്യ ഏതാ എന്ന് മര്യാദക്ക് തിരിച്ചറിയാത്ത ആൾക്കാർ എന്ന് തന്നെ പറയണം. കാരണം നമുക്കൊക്കെ വരുന്ന കമൻറ്റുകൾ കാണുന്ന സമയത്ത് നമ്മൾ തന്നെ സ്വയം മനസ്സിനോട് ചോദിച്ചു നോക്കും, ഇവനൊക്കെ ശരിക്കും ഒരു അമ്മയുടെ വയറ്റിൽ വന്നത് തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചു പോകുന്നൊരവസ്ഥയാണ്. അപ്പം പ്രസവം എല്ലാവരും പ്രസവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഞാൻ 2 വെച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മ 3 പ്രസവിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മായി അമ്മ 8 പ്രസവിച്ചിട്ടുണ്ട്. അപ്പം ഇതിലിപ്പം ഇതിപ്പോൾ എന്തിനാണ് പുറം ലോകത്തേക്ക് വിട്ട് എന്നുള്ളതൊക്കെ ചോദ്യത്തിനുള്ള ഉത്തരം മക്കളെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമാണ്. നിങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭാര്യ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് പെങ്ങളുണ്ടെങ്കിലോ ഇവരൊക്കെ എന്ന് വെച്ചാൽ പോവുക സുഖപ്രസവം എന്ന് കേട്ടിട്ട് നിങ്ങളിങ്ങ് പോരുക. നിങ്ങളെയൊക്കെ വിചാരം ഈ സുഖപ്രസവം എന്ന് പറയുന്നത് മധുരമായിട്ടുള്ളൊരു സംഭവമാണ്. പേര് തന്നെ അങ്ങനെയല്ലേ, സുഖപ്രസവം. ആ പേര് കേട്ടാൽ വിചാരിക്കുക എല്ലാവരും ഒരു 10 എണ്ണെങ്കിലും ഒന്ന് പെറ്റുപോവാന്ന്. അതിൻ്റെ വേദന എത്രത്തോളം, എന്നിട്ട് ഇതിനാരായി ഈ സുഖപ്രസവം ഇട്ടതെന്ന് തമ്പുരാനല്ലാതെ വേറൊരാൾക്കും അറിയില്ല. അത്രമേൽ നമ്മുടെ പകുതി ജീവനല്ലേ, നമ്മുടെ മുഴുവൻ ജീവനാണ് അവിടെ പോയി പോകുന്നത്. ഇതിപ്പം ഡെലിവറി കഴിയാത്ത ഒരാളാണ് പറയുന്നതെങ്കിൽ അവർക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഡെലിവറി കഴിയാത്ത ഒരാളാണെങ്കിൽ, അല്ലെ വിവാഹം കഴിക്കാത്ത ഒരു പയ്യനോ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ വിവാഹം കഴിയാത്ത പയ്യന്മാർക്ക് ഈ ഡെലിവറിനെ കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം അവർക്കിതറിയില്ല. അവരുടെ ഭാര്യ ഇപ്പോൾ പ്രസവിക്കാൻ പോയി, അവിടെ നിന്ന് അവൾ കരയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ഒരു വിഷമമുണ്ടല്ലോ, അതാ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നൊരു സംഭവം. ചിലർ കാണാൻ ലേബർ റൂമിൻ്റെ മുമ്പിൽ ടെൻഷനായി അങ്ങ് അറ്റം. ഇവിടെ വൈഫോ അല്ലെ പെങ്ങളോ വേദന അനുഭവിക്കായിരിക്കും, അതിൻ്റെ 4 ഇരട്ടി ഇവൻ ഈ ലേബർ റൂമിൻ്റെ മുമ്പ് കുത്തിരുന്ന വേദന അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് മാനസികമായിട്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ചില ലവന്മാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കൊക്കെ കേട്ടിരിക്കുന്നത് എന്താ, സുഖപ്രസവം, അതെന്തോ വലിയ കാര്യ, അവളവിടെ പോയി സുഖപ്രസവം കഴിഞ്ഞ് ഇങ്ങ് പോകുന്നു എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും. അതിൻ്റെ ഡെത്ത് എത്രത്തോളം ഉണ്ട്. പണ്ടൊരിക്കൽ ശ്വേതാമേനോന് ഇങ്ങനത്തെ ഒരു സീനിട്ട സമയത്ത് എല്ലാവരും എയറിൽ കയറ്റിയവരെ അവരെന്ത് തോന്നിവാസാ ചെയ്തതെന്ന് ചോദിച്ചു. ഇന്ന് ദിയാകൃഷ്ണ ഇട്ടപ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്ത് പിടിച്ചു. എന്തല്ലേ, ഒരു നിമിഷം മതി നല്ലതിനെ ചീത്തയാക്കാനും ചീത്തയെ നല്ലതാക്കാനും നമ്മുടെ സമൂഹത്തിനും സോഷ്യൽ മീഡിയക്കും നിസ്സാര സമയം മതി. അപ്പോൾ ഈ എൻ്റെയൊക്കെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാരോട്, നീയൊക്കെ ഒരു അമ്മയുടെ വയറ്റിൽ തന്നെയാണോടാ പിറന്നതെന്ന് ചോദിക്കാൻ പല പ്രാവശ്യം ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ ഇങ്ങനത്തെ കമൻ്റൊക്കെ ഇടുള്ളൂ. നിങ്ങൾക്ക് ഈ പ്രസവം എന്ന് പറയുന്നതും ഈ വേദന എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും. പക്ഷെ അത് അനുഭവിച്ച് അപ്പം ഒരു കുഞ്ഞുങ്ങളോടുള്ള ഒരു എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ അമ്മയായിരിക്കുന്ന സമയത്ത്, അമ്മയാവുന്ന ആ മൊമെൻറ്റിലെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ അമ്മ എന്തായിരുന്നു എന്നുള്ളതും പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ മറ്റേ ശ്രീനിവാസൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലാതെ മോഹൻലാൽ ചോദിക്കുന്നൊരു ചോദ്യം, നീ ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം ദുബായ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ ഡെലിവറി പെയിൻ നീയൊക്കെ കണ്ടാലെങ്കിൽ, അതിൻ്റെ കഷ്ടപ്പാട് കണ്ടാലെങ്കിൽ ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ നീയൊക്കെ പഠിക്കുമെന്നുള്ള ഇവരുടെയൊക്കെ വ്യാജ പൊട്ട ചിന്താഗതിയാണ് ശരിക്കും ഇവരതൊക്കെ പുറത്തിട്ട് അവരൊക്കെ നാളേക്കുള്ള ഒരാളുടെ
പിന്നെ ഇത് കാണുമ്പെങ്കിലും മറ്റൊരാൾ ഇത്രത്തോളം ഡെലിവറി പെയിൻ ഉണ്ട്, അല്ലെ ഇത്രത്തോളം ഒരു സ്ത്രീ അനുഭവിക്കുന്നുണ്ട് എന്ന് കണ്ടോട്ടെ എന്നും കൂടിയിട്ടാണ് ഈ ദിയ കൃഷ്ണയൊക്കെ ഇത് പുറത്ത് വിട്ടത്. പക്ഷെ അവർക്കൊക്കെ വെറുതെ തോന്നുക, ഇതിൽ കൂടിയും അമ്മയെ തല്ലിയ രണ്ടുണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് അതിൽ ഇതിൽ കൂടി പല രീതിയിലാണ് പോകുന്നത്. പറയുന്ന ആ എഴുതാൻ കുത്തിരിക്കുന്ന നേരത്ത് നിൻ്റെ അമ്മയൊക്കെ ഇത്രത്തോളം വിഷമം അനുഭവിച്ചിട്ടാണ് നിന്നെയൊക്കെ ഇങ്ങനെ പടുമനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് പഠിച്ചു വിട്ടത് എന്നുള്ളത് നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നീയൊന്നും അങ്ങനെ എഴുതാൻ നിൽക്കൂലായിരുന്നോ? ഒരു കുഞ്ഞ് ജന്മം കൊള്ളുമ്പോൾ ഒരമ്മ അനുഭവിക്കുന്ന വേദന ആ സ്ക്രീനിലൂടെ കണ്ടിട്ടൊന്നും നിനക്കൊന്നും മനസ്സിലാവില്ല. അത് അനുഭവിച്ച ആൾക്കാർക്കേ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. ഈ മുസ്ലിം മതത്തിൽ പറഞ്ഞിട്ടുണ്ട്, മൗത്ത് പിരിയുന്ന വേദനയെക്കാട്ടിലും അല്ല പ്രസവ വേദന എന്തൊന്ന് പറയലുണ്ട്, മൗത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് വിട്ട് പിരിയുമ്പം പോലും നമുക്കത്ര വേദന ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഡെലിവറി പെയിനിൻ്റെ അത്ര വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് അത്രമേൽ പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്നിട്ട് അതിനാരാ സുഖപ്രസവം എന്ന് പേരിട്ടതെന്ന് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അപ്പം നിങ്ങളോടൊക്കെ നിങ്ങളുടെയൊക്കെ കണ്ണിലെ മഞ്ഞ കളറ് ഇത് കണ്ടിട്ടെങ്കിലും ഒന്ന് മാറട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ആ കുട്ടി ഇത് പുറത്ത് വിട്ടത്. അതിനെയും തെറ്റായിട്ട് കണക്കാക്കുന്ന നിന്നെയോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നല്ല അമ്മക്കും അച്ഛനും ആയിരുന്നു പിറന്നതെങ്കിൽ നീയൊന്നും ഇങ്ങനെ പറയാൻ പോകില്ലായിരുന്നു. അത് തന്നെയാണ് അതിനുള്ള ഉത്തരം. ഏതായാലും അമ്മയെക്കാട്ടിൽ വലിയ പോരാളി ലോകത്ത് മറ്റാരുമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ടാറ്റാ.